സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്ക് ഇച്ചിരി പഴയൊരു ദിവസത്തേക്ക് പോയി വരാം. ഇച്ചിരി പഴയത്. ശ്രീ എ പത്മകുമാർ, അങ്ങ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തിൽ ഏതു വർഷത്തിലാണ് ഈ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടന്നത്? 2019 സെപ്റ്റംബറോട് കൂടിയിട്ടാണ് കണക്ക് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. ഈ സ്വർണ്ണപ്പാളികളുടെ അടക്കം കണക്ക് രേഖപ്പെടുത്തിയിരുന്നോ? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ എത്ര കിലോയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 42 കിലോയാണ് ഈ പറയുന്ന കോടതിയിൽ ആ സമയത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി സ്വർണം തന്നെയാണോ? അല്ല, സ്വർണം തന്നെയാണോ? സ്വർണ്ണപ്പാളി തന്നെയാണോ? അത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്. അത് ദേവസ്വം ബോർഡാണ്. അല്ല, നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞു? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു. സ്വർണ്ണപ്പാളി തന്നെയാണോ? ശ്രീ എ പത്മകുമാർ, നാട്ടിലുള്ള എല്ലാവരും അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ഉത്തരം പറയാം. അവിടുത്തെ നിങ്ങൾ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു 42 കിലോ സ്വർണ്ണമാണോ? അല്ല, നിങ്ങൾ പറയുന്നത് 42 കിലോ സ്വർണ്ണമാണോ? 42 കിലോ സ്വർണ്ണമാണോ? പറഞ്ഞില്ല. സ്വർണ്ണപ്പാളി നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ 42 കിലോ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് 42 കിലോയാണോ? ശരി, അങ്ങ് പറയൂ, അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? അവിടെ എന്റെ അറിവില് പിന്നെ ചെമ്പ് പാളിയാണ്. അതിൽ സ്വർണം പൂശിയിട്ടില്ല. സ്വർണം പൂശിയത് എന്റെ കാലത്ത് പൂശിയത് 49 പവനാണ്. അദ്ദേഹത്തിന്റെ അറിവിലുണ്ടായിരുന്നത് ചെമ്പുപാളിയാണ്. ശബരിമലയിലേത് പൊന്നു തന്നെയായിരുന്നു. ചെമ്പു തെളിഞ്ഞത് ചെമ്പെന്ന് പറഞ്ഞവരുടേതായിരുന്നു. പൊന്നാണെന്ന് ഉറപ്പുണ്ടോ എന്ന ചോദ്യം പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിന്നുകൊണ്ടായിരുന്നു. പക്ഷേ പൊന്നാണെന്ന് മാതൃഭൂമിക്ക് ഉറപ്പുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ശ്രീകോവിലിന്റെ ചിത്രങ്ങളും വിജയ് മല്യ പൊന്നു പൊതിഞ്ഞതിന്റെ വിവരങ്ങളും ഇതേ പത്മകുമാർ പൊന്നിൻ പ്രഭയുള്ള ശ്രീകോവിലിന് മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളും മാതൃഭൂമിയുടെ പക്കലുണ്ടായിരുന്നു. പത്മകുമാർ പിടിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതൊക്കെ വരട്ടേന്ന്, അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോസസ് നടക്കുക. നിങ്ങളെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ. ആർക്കെങ്കിലും കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കമുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. ഇപ്പം പത്മകുമാർ കുറ്റക്കാരനാണെന്ന് പറയാനിപ്പോൾ പറ്റില്ല. അപ്പം ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ. ഇനി മറ്റു കുറേ നടപടികളുണ്ടല്ലോ. എന്നോടൊന്നും പറയായിരുന്നു. കോടതി പറഞ്ഞു. നിങ്ങൾ പത്രം വായിച്ചില്ല? ഒന്നുമില്ല, പ്രതികരിക്കൊന്നുമില്ല. ഇപ്പോൾ മീഡിയയോട് പ്രതികരിക്കരുതെന്ന് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ കോടതിയും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഇങ്ങോട്ട് അറസ്റ്റിലായവരിൽ വേണമെങ്കിൽ N വാസുവിനെ വരെ തള്ളി പറയാൻ CPMന് സാധിക്കും പല വഴികളിൽ. പക്ഷേ പത്മകുമാർ പാർട്ടിക്ക് പ്രതിരോധിക്കാൻ പഴുതുകളില്ലാത്തൊരു പത്മവ്യൂഹമാണ്. പുറത്താക്കുമോ എന്ന് പറയേണ്ടതുണ്ട്. വീണ്ടും ഒരു പഴയ പ്രതികരണം. അവിടെ എന്താണോ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നത്, അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. ഇപ്പോൾ ബോർഡിനെ കുറിച്ച് പരാമർശം മാത്രമല്ല, പഴയ ബോർഡ് പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാണ്. ഇനി പറയണം, പുറത്താക്കുമോ ഇല്ലയോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJPയിൽ നിന്ന്, ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ രാഹുൽ ഈശ്വർ അഭിഭാഷകൻ. അതിഥികളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് മാതൃഭൂമിയുടെ ലേഖകൻ, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ശ്രീ R അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അനന്തൻ, ഇന്നത്തെ ദിവസം അല്ലെ ഇത് പ്രതീക്ഷിച്ചിരുന്നു? ഈ ദിവസം ഇത് സംഭവിക്കുമെന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര ഇത് സത്യം പറഞ്ഞാൽ വലിയ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്ന ഒരു ദിവസമാണ്. ഈ വാർത്തയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇന്ന് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളടക്കം, പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പൊന്നു ചെമ്പാണെന്ന് വീണ്ടും പറയാനുള്ള ആത്മധൈര്യം കാണിച്ചത്, കുറേയേറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ആദ്യം കേൾപ്പിച്ച പ്രതികരണം അന്ന് മാധുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാനാണെന്ന് വന്ന് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ കൃത്യമായി
ഒരു മഹാ കള്ളത്തരം ഒളിപ്പിക്കുകയായിരുന്നു പത്മകുമാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആ ബൈറ്റിൽ തന്നെ, ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ പത്മകുമാർ പറയുന്നത് നിങ്ങൾക്കുറപ്പുണ്ടോ അത് സ്വർണ്ണമായിരുന്നു എന്ന്, അത് ചെമ്പല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാധു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് സ്വർണം പൊതിഞ്ഞിട്ടില്ലേ? അപ്പോൾ പത്മകുമാർ 98-ലെ കാര്യമേ പറയുന്നില്ല. എൻ്റെ കാലത്ത് സ്വർണം പൂശിയതെന്ന് പറഞ്ഞ് അതിന് ഒഴിയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പത്മകുമാറിന് അറിയാതെ ഇരിക്കുമോ? 98-ൽ അവിടെ പത്മകുമാറിന് ശബരിമലയെ സംബന്ധിച്ച് വളരെ ബാല്യം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനുമൊക്കെ അവിടെ ടെൻഡർ നടപടികളുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ കൃത്യമായി ശബരിമലയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ SIT എത്തി നിൽക്കുന്ന ഒരു നിഗമനം, അത് ഞെട്ടിപ്പിക്കുന്ന ഒരു നിഗമനമാണ്. ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണത്രേ. ശബരിമല അടക്കം എനിക്ക് തോന്നുന്നത് പാറശാല മുതൽ ഏതാണ്ട് ആലുവ വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളും അടക്കമുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ഇന്ന് ജയിലിലേക്ക് പോവുകയാണ് സ്വർണം കട്ട കേസിൽ. അതും ചെറിയൊരു സ്ഥലത്തു നിന്നല്ല. ശബരിമല എന്ന് പറയുന്ന അതിവൈകാരികമായ മലയാളികളുടെയും ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെയും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം, അത് യുണീക്കാണ്. അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പം ആനന്ദൻ പറഞ്ഞതുപോലെ ശബരിമലയുമായി ദീർഘകാലത്തെ കുടുംബ ബന്ധമടക്കമുള്ളവയുണ്ട്. അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് ഈ ശബരിമലയിലെ ഉറക്കുപാട്ട് ഹരിവരാസനം അടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് ദീർഘകാലമായ ടെൻഡർ, നേരത്തെ പറഞ്ഞതുപോലെ ടെൻഡർ നടപടികളും ഒക്കെയായി വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും ശബരിമലയായിരുന്നു, ഏറ്റവും വലിയ വിശ്വാസവും ശബരിമലയായിരുന്നു എന്നാണ് അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞത്. ചെമ്പു തെളിഞ്ഞത് ആ വിശ്വാസത്തിന്റെ കൂടിയാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ പത്മകുമാർ ഇങ്ങനൊരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുമ്പോൾ തനിക്ക് ശബരിമലയെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് കൊണ്ട് ഇതൊരിക്കലും പുറത്തു വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടാകും. ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നത് 2019 നടന്ന സംഭവ വികാസങ്ങൾ, അതിനുശേഷം ഇതിൻ്റെ തുടർച്ചകൾ പിന്നുള്ള 2025 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയം, ഈ പല കാലത്ത് വരുന്ന വ്യക്തികളെയൊക്കെ ഏകോപിപ്പിക്കാനും അവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കൊടുക്കാനും ഒക്കെ എന്താണ് ഒരു സൂപ്പർ പവർ അവിടെ ഉള്ളത്? ആ സൂപ്പർ പവർ ദായി നിൽക്കുന്നു എന്നാണ് SIT ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അതിനു മുകളിൽ സൂപ്പർ പവർ ഉണ്ടോ എന്നുള്ള കാര്യം പത്മകുമാറാണ് പറയേണ്ടത്. ഇതുവരെയുള്ള മൊഴികളിലെല്ലാം ഞാൻ അതല്ലാതെ നമ്മളുടെ മാധ്യമ പ്രവർത്തകരുടെ സോഴ്സുകളുണ്ടല്ലോ, എൻ്റെ സോഴ്സ് വഴി ഞാൻ അന്വേഷിച്ചു. പത്മകുമാറിനപ്പുറം എന്തെങ്കിലും മൊഴിയുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു മൊഴിയില്ല. മാത്രമല്ല മറ്റ് ചില ആൾക്കാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും മൊഴികൾ വന്നിട്ടുണ്ടോ? ഇല്ല. നിലവിൽ എല്ലാ മൊഴികളും പത്മകുമാറിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് കേന്ദ്രീകരിച്ചത്. പത്മകുമാറിന്റെ അറസ്റ്റ് വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്. എന്ത് ചെയ്യുന്നു പത്മകുമാർ എന്ന് നിരീക്ഷിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും. കാരണം പത്മകുമാറിലേക്ക് അന്വേഷണം വരും, വാസുവിലേക്ക് അന്വേഷണം വരും എന്നുള്ള കൃത്യമായ വിവരം എനിക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉണ്ടായിരുന്നു. ആ അന്വേഷണം വരുമെന്ന് വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിലൊക്കെ എനിക്കറിയാം, പത്തനംതിട്ടയിൽ നിന്ന് അഭിലാൽ എന്നെ വിളിച്ചിട്ട് പറയും, പപ്പേട്ടൻ കയർക്കുകയാണ് നമ്മളോട്, നമ്മളതിനെ കാണേണ്ടതല്ല, മാതൃഭൂമി ടാർഗറ്റ് ചെയ്യുന്നു എന്നെ എന്ന് അദ്ദേഹം പറയുന്നു എന്നൊക്കെ അഭിലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എൻ്റെ വിവരങ്ങൾ ശരിയായിരുന്നു. വാസുവിനെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യവും നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തയും ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യം ചില ഘട്ടത്തിൽ നമ്മൾ സോഴ്സിനോട് ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, അങ്ങനെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ട് എടുക്കാൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും നമുക്ക് കിട്ടിയ വിവരം, വെള്ളിയാഴ്ചക്കപ്പുറം പത്മകുമാറിന്റെ അറസ്റ്റ് പോകില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ. നമ്മളിന്ന് രാവിലെ 7 മണിക്ക് പത്മകുമാർ പ്രധാന കേന്ദ്രമാകുന്നു, അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകുന്നു, പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 20-25 അല്ലെങ്കിൽ അത്രയും സമയം, ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അഭിലാൽ എന്നെ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നു, പത്മകുമാർ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, അവിടെ നിന്നുണ്ടാകരുത് എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ശരി, നിങ്ങൾക്കുറപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു. അതാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ പത്രത്തിൽ വന്നിരുന്ന ഈ UB ഗ്രൂപ്പ് ആ പൊന്നു പൊതിഞ്ഞതിന്റെ വാർത്തയടക്കം, എവിടെയൊക്കെയാണ് പൊന്നു പൊതിഞ്ഞത്, എത്ര കിലോയാണ് പൊന്നു പൊതിഞ്ഞത്, എന്നാണത് സമർപ്പിച്ചത് എന്നതടക്കമുള്ള വാർത്തകൾ മാതൃഭൂമി പുറത്തേക്ക് വയ്ക്കുകയും അത് അന്വേഷണത്തിന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്തത് ഞങ്ങൾക്ക് ആ ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പ്രതികരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് അത് ദേവസ്വം ബോർഡിലേക്ക് എത്തി. അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു മുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം അങ്ങ് കണ്ടുവല്ലോ, നല്ലോണം വേഗട്ടെ എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നീട് ആറട്ടെ എന്നുള്ളതായിരിക്കും. അങ്ങനെ എത്ര നാൾ ഇത് പ്രതിരോധിക്കാൻ കഴിയും? നോക്കൂ, പ്രതിരോധത്തിന്റെ എല്ലാ സാധ്യതകളും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു.
എൻ വാസുവിൻ്റെ അറസ്റ്റോടു കൂടി തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ക്രൈമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഉദ്യോഗസ്ഥന്മാർ മാത്രം നിയന്ത്രിക്കുന്നതോ ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉൾപ്പെട്ടതോ ആയിട്ടുള്ള ഒരു അഴിമതിയല്ല ഇത്. ഇത് രാഷ്ട്രീയ തലത്തിൽ തന്നെ അറിവോടും സമ്മതത്തോടും പിന്തുണയോടും കൂടി നടത്തിയിട്ടുള്ള ഒരു ക്രൈമാണ് എന്നത് ഒരു ഫസ്റ്റ് ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ അറസ്റ്റ് ആയിട്ടുള്ള എൻ വാസുവിൻ്റെ അറസ്റ്റോട് കൂടി വന്നു. എൻ വാസു CPMൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. ഏരിയ തലത്തിൽ മുതൽ പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. PK ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതിനുശേഷം പാർട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റും ആയിട്ടുള്ള ആളാണ്. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അടുത്ത പടിയായിട്ട് പാർട്ടിയുടെ നോമിനി ആയിട്ടുള്ള ആൾ തന്നെ, പാർട്ടിയുടെ നേതാവായ, പാർട്ടിയുടെ MLA ആയ, പാർട്ടിയുടെ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ കൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പൊളിറ്റിക്കൽ ക്രൈമായി മാറിക്കഴിഞ്ഞു. ഇനി ഉദ്യോഗസ്ഥന്മാരെയൊന്നും കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് CPMന് മാറി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, എങ്ങനെയാണ് M പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വരുന്നത്? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം 2015 നവംബർ 17 പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടേം 3 വർഷമായിരുന്നു. 2018 നവംബർ 17 വരെ അദ്ദേഹത്തിന് ടേം ഉണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി വളരെ തിരക്കിട്ട ശ്രമങ്ങൾ അവർ നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്ന, വിശ്വാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിച്ചിരുന്ന ഒരു നിലപാടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്, പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നത്. ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റിയിട്ട് തങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ടേം 3 വർഷത്തിൽ നിന്ന് പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ 2 വർഷമായി ചുരുക്കി അദ്ദേഹത്തെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രയാർ ഗോപാലകൃഷ്ണനെ മാറ്റി നിർത്തിയിട്ടാണ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവായിട്ടുള്ള പത്മകുമാറിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പത്മകുമാർ എന്നത് കാണണം. ആരാണ് ഈ പത്മകുമാർ? പത്മകുമാർ എന്ന് പറയുന്നത് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച സമയം മുതൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 25ാമത്തെ വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. 30ാമത്തെ വയസ്സിൽ കോന്നി MLA ആയിട്ടുള്ള ആളാണ്. പിന്നീട് 2 തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാൻ പാർട്ടി സീറ്റ് കൊടുത്തിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇത്തവണ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ആളാണ്. അതിന് തനിക്ക് പകരമായിട്ട് ആറന്മുളയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെ ഉൾപ്പെടുത്തിയതിൽ പരിഭവിച്ച് പാർട്ടി സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ജില്ലാ സമിതിയിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും പാർട്ടിയുടെ സജീവമായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ A പത്മകുമാർ ex-MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, അവസാനം ഇട്ടിട്ടുള്ള പോസ്റ്റ് November 1 കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ചിത്രം ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനമായി വിശദീകരിക്കേണ്ടതില്ല. അത് അദ്ദേഹം ഏതു കാലം മുതൽ ഈ കാലം വരെയും പാർട്ടിയിൽ ആരായിരുന്നു എന്നുള്ളത് കേരളത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു CPMന്റെ നേതാവാണെന്ന് മാത്രം. ശരി, ഇപ്പൊ N വാസു കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്ന സമയത്ത് പാർട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തെ വീഴ്ചകൾക്ക് വേണ്ടിയാണ്, അത് പാർട്ടി ചുമതലയിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇത് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ, ഏറ്റവും ഉറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. അതിലേറ്റവും നിർണായകമായ കാര്യം നോക്കൂ, ഇതിനൊരു ഒരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലഹം നടക്കുന്ന സമയത്ത് ശബരിമലയെ പറ്റി വളരെ മുൻകൂറായിട്ടുള്ള അറിവുള്ള, ശബരിമലയിൽ എത്രത്തോളം സ്വർണവും സമ്പാദ്യവും ഉണ്ടെന്ന് അറിയുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന രൂപീകരിക്കുകയും ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്ന് സ്വർണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും ആ സമയത്ത് ശബരിമലയിൽ നിന്ന് ജനശ്രദ്ധ മറ്റൊരു കേന്ദ്രത്തിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയ അളവിലുള്ള പോലീസ് ആക്ഷനും തീർത്ഥാടക വേട്ടയും വനിതാ മതിലും ഒക്കെ നിർമ്മിക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ വനിതാ മതിലിലേക്കും ഈ തീർത്ഥാടക വേട്ടയിലേക്ക് നിൽക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അഴിമതികൾ നടത്തുകയും ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ N വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. 2ാമത് എക്സ്റ്റൻഷൻ കൊടുത്തത് ഹൈക്കോടതി അയോഗ്യത കൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി, പിന്നീട് പ്രസിഡന്റാക്കി. അതായത് 2019 പീരീഡിൽ ഇവർക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ തന്നെ ശബരിമലയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നു എന്ന് സർക്കാർ ബോധപൂർവ്വം ഉറപ്പുവരുത്തി. അവിടെയാണ് N വാസുവാണ് ഈ പറയുന്ന പത്മകുമാറാണ് മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ഒരു ഹേസ്റ്റി കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല. അദ്ദേഹത്തിലൂടെ ബക്ക് അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹം കൂടി മറ്റാരുടെയെങ്കിലും ഉപാധിയായിട്ട് ഉപകരണമായിട്ടാണോ പ്രവർത്തിച്ചത്? കാരണം ഇതിൽ ആദ്യത്തെ ഗൂഢാലോചന ഉണ്ടാകുന്നത് N വാസു കത്ത് തിരുത്തി കൊടുക്കുമ്പോഴല്ലേ. സ്വർണം പൂശിയത് എന്നത് മാറ്റിയിട്ട് ചെമ്പ് എന്നാക്കി കൊടുക്കുന്നത് N വാസുവാണ്. ആ കത്താണല്ലോ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നത്. അപ്പൊ രണ്ടു കൂട്ടരെയും ഒരുപോലെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നല്ലേ ഈ ഗൂഢാലോചന ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവിക സംശയങ്ങളായി അങ്ങനെയൊക്കെ ഉയരും. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്നു, ഇപ്പോഴും അസ്വാഭാവികമെന്നും അമ്പരപ്പിക്കുന്നത് എന്നും വിചാരിക്കുന്ന വലിയ ഗൂഢാലോചനയാണ് അവിടെ നടന്നത്. സ്വാഭാവികമായും മറ്റു സംശയങ്ങളും ഉയരുകയും ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ TK രാജഗോപാൽ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ TK രാജഗോപാൽ,
ഇത് അവിശ്വസനീയമായ കാര്യമാണ്. അങ്ങ് ഇപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ മാതൃഭൂമിയുടെ ഈ പഴയ കുറിപ്പുകൾ, അവിടെ ഇന്ന് സ്വർണം പൂശും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്ന് എഴുതിയതും അന്നത്തെ ലേഖനങ്ങളൊക്കെ അതിലേറെയും അങ്ങയുടേതും കൂടിയായിരുന്നു. അതായത് ആ ചരിത്രപരമായ വഴികൾ അങ്ങേക്ക് കുറച്ചുകൂടി വ്യക്തമാണ്. ഇതിനിങ്ങനെ ഒരു പരിസമാപ്തി പ്രതീക്ഷിച്ചിരുന്നോ? മധു, അയ്യപ്പസ്വാമിയുടെ പൊന്ന് പൊന്ന് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് UB ഗ്രൂപ്പ് കൊടുത്ത സ്വർണം, അവിടെ സ്വർണം പൊതിയാൻ നേതൃത്വം കൊടുത്ത ശില്പിയുണ്ട്, ശ്രീ നാഗരാജൻ. നാഗരാജൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് അങ്ങനെയാണ്. 24 കാരറ്റ് തങ്കത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പൊന്നെന്നാണ്, അയ്യപ്പസ്വാമിയുടെ പൊന്ന്. ആ പൊന്നിനെ കുറിച്ച് പത്മകുമാറിന്, പത്തനംതിട്ടക്കാരനായ ആറന്മുളക്കാരനായ പത്മകുമാറിന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അതിൽ പറയാൻ എന്തൊരു കളവാണ് അദ്ദേഹം പറയുന്നത്. മാധു എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ 42 കിലോ. അത് മാധുവിൻ്റെ ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വന്ന കാര്യമാണ്. 42 കിലോ എടുത്തുകൊണ്ട് പോവുകയാണ്. പോയ ശേഷം തിരിച്ചു വന്നത് 38 കിലോയേ ഉള്ളൂ. അതാ 4 കിലോയുടെ വ്യത്യാസം. അത് കോടതി ചോദിച്ച ചോദ്യമാണ്. അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോഴേ നമ്മൾ പറയുന്നതിൽ ഒരു കൂട്ടയോട്ടം നടക്കുകയാണ് ഇവിടെ. ശബരിമല കേസിലൊരു സ്വർണ്ണക്കൊള്ള കേസിലൊരു കൂട്ടയോട്ടം നടക്കുകയാണ്. അതിൽ ബാറ്റൻ ഓരോരുത്തർക്കായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലോ SITയുടെ അന്വേഷണം വളരെ കൃത്യമായി വന്നപ്പോഴത്തേക്ക് ഓരോരോ ഓട്ടക്കാരും ഇതിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പത്മകുമാറിലും എത്തിയിരിക്കുന്നു. വാസുവിൽ നിന്ന് പത്മകുമാറിലും, പഴയ ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാരിൽ നിന്നും. ഇനി നമുക്ക് അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് പത്മകുമാർ ഇത് ആർക്ക് കൈമാറുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാസു പറഞ്ഞായിരുന്നല്ലോ, ഞാനല്ല ചെമ്പെന്ന് എഴുതിയത്. ഇത് ചെമ്പെന്ന് എഴുതിയത് 2017 മുതൽ 19 വരെ ഉണ്ടായിരുന്ന ബോർഡിലെ ഭാരവാഹികളാണ്, അതിൻ്റെ പ്രസിഡന്റും മെമ്പർമാരുമാണ്. അവരൊക്കെയാണ് ഉത്തരവാദികൾ എന്നാണ് വാസു പറഞ്ഞത്. അതേ തുടർന്നാണ് ഇത് പത്മകുമാറിലേക്ക് എത്തിയത്. ഇനി പത്മകുമാർ ആരിലേക്കാണ് ഇത് കൈമാറാൻ പോകുന്നത്? അതാണ് ഇനി അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പത്മകുമാർ ചില കാര്യങ്ങൾ മുമ്പ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. തെളിച്ചു പറഞ്ഞിട്ടില്ല അദ്ദേഹം. ചില കാര്യങ്ങൾ പറയാതെ അദ്ദേഹം ഒതുക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം അങ്ങനെയാണ്, ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് എല്ലാ പഴിയും ഞങ്ങളുടെ ബോർഡിലേക്ക്, അതായത് 2017 എൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചില പേരുകളൊക്കെ വിളിച്ചു പറയും. എനിക്കറിയാം ആരൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഒരു പക്ഷേ ഇന്ന് SITയോടെ പറഞ്ഞു കാണുമോ? SIT മൊഴിയെടുത്തിട്ടുണ്ടല്ലോ. പത്മകുമാറിനെ മാത്രമല്ല, മുമ്പേ അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ വാസുവിനെ രാവിലെ പോലീസ് കസ്റ്റഡി കിട്ടി. ഇന്ന് വൈകുന്നേരം 6 മണി വരെ മറ്റോ വാസുവിനെ കൂടെ പോലീസ് കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ 2 പേരെയും കൂടെ ഒന്നിച്ചിരുത്തി ആയിരിക്കുമോ ചോദ്യം ചെയ്തത്? വാസുവിനെ ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് പൂജപ്പുര ജയിൽ റിമാൻഡ് ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വാസുവിനെയും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കാണും. അപ്പോൾ 2 പേരെയും കൂടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കാണും അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മകുമാർ ആരുടെയൊക്കെ പേരിനെയും പറഞ്ഞു കാണും. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. അതിന് ശേഷം അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശം അതേ പത്രസമ്മേളനത്തിൽ തന്നെയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന രണ്ടാമത്തെ പരാമർശം എന്ന് പറയുന്നത്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയത്തില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് മുമ്പേ ഞാൻ 2017 പ്രസിഡന്റ് ആകുന്നത്. 2007 തന്നെ പോറ്റി ശബരിമലയിലെത്തി എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഏറെ ദൈവതുല്യരായിട്ട് കാണുന്ന ചിലരുടെ പരിഗണനയിൽ, ചിലരുടെ താല്പര്യം പ്രമാണിച്ചാണ്, ചിലരുടെ താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തിയെന്നുള്ളത്. ഈ ദൈവതുല്യരാരാണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നില്ല കേട്ടോ. ആരാണ് ദൈവതുല്യരെന്ന് അദ്ദേഹം പറയുന്നത്? ഒരു പക്ഷെങ്കിൽ ശബരിമലയിലുള്ള അയ്യപ്പസ്വാമി കഴിഞ്ഞുള്ള വല്ല ദൈവതുല്യരായിരിക്കുമോ? അതോ ഇനി പാർട്ടിക്കകത്ത് ഉണ്ടാകാമല്ലോ. പാർട്ടിക്കകത്തിൽ അദ്ദേഹം ദൈവതുല്യരായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാകാം. അവരിൽ ആരെങ്കിലുമാണോ? ആ കാര്യത്തിൽ എന്തായാലും പത്മകുമാറാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം അന്നേരം എടുത്ത് പറഞ്ഞിരുന്നു, 2007 ചില അയ്യപ്പ ക്ഷേത്രങ്ങളെ, ബാംഗ്ലൂരിലുള്ള ചില അയ്യപ്പ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ജലഹള്ളിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ, അതേപോലെ തന്നെ ശ്രീരാംപുര, ഈ 2 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കൈക്കാരനായിട്ടൊക്കെ നടന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ ആലപ്പുഴക്കാരനായ ഒരു അച്യുതാനന്ദം പോറ്റിയോ എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് സന്നിധാനത്ത് വന്നത്. അപ്പോൾ ഈ 2 അയ്യപ്പ ക്ഷേത്രങ്ങളിലെയും തന്ത്രിസ്ഥാനത്തുള്ള ആരായിരുന്നു? തന്ത്രിസ്ഥാനത്തുള്ള ആളായിരുന്നു എന്നുള്ളത് തെളിച്ചു പറയുന്നില്ല. അതെ, അതാരാണെന്നറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവതുല്യൻ ആരാണെന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത്. ഈ തന്ത്രിമാരെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടില്ലേ, കഴിഞ്ഞ തവണയും മറ്റേ ഈ ഗോവർദ്ധൻ ജുവലറി നടത്തുന്ന ഗോവർദ്ധനാണല്ലോ പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ സ്വർണം ഇങ്ങനെ
പിന്നെ കിലോ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കിലോ കണക്കിന് സംഭാവന, സ്പോൺസർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ഗോവർദ്ധൻ്റെ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ ആരെയാണ് കൊണ്ടുപോയത്? ഗോവർദ്ധൻ്റെ ജൂബിലറി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. സാധാരണഗതിയിൽ ജൂബിലറി ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്? ആ നാട്ടിലെ സിനിമാ നടിമാരോ അല്ലെ സീരിയൽ നടിമാരോ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടിലെ ഹണി റോസ് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ശബരിമല തന്ത്രിയാണ് കൊണ്ടുപോയിട്ട് ജൂവലറി ഉദ്ഘാടനം ചെയ്യിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രിക്ക് പിന്നെ ബാംഗ്ലൂരിലെ ജൂവലറിയുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹത്തിന് അത്രയും വലിയ പോപ്പുലാരിറ്റി ബാംഗ്ലൂരിലുണ്ടോ? അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആസൂത്രണം ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടികളൊക്കെ നടത്തിയത്. ഇനി മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പരമപ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ശബരിമല സീസൺ കഴിഞ്ഞാൽ ചിലരൊക്കെ വിമാനയാത്ര ചെയ്യുമല്ലോ, വിദേശമടക്കം. അതായത് 2 ടെർമിനലിൽ കൂടെയും പോകുന്നതാണ്, ഡൊമസ്റ്റിക്കിൽ കൂടെയും ഇൻ്റർനാഷണൽ ടെർമിനലിൽ കൂടെയും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ചില ഭാരവാഹികളും വിമാനയാത്ര ചെയ്യാറുണ്ട്. ഇവരാരുടെ സ്പോൺസർഷിപ്പിലാണ് യാത്ര ചെയ്തത്? വലിയ ഗൗരവമുള്ള ചോദ്യമാണ്. അതിനെ നമ്മൾ പറഞ്ഞില്ലേ, ആ കൃത്യമായിട്ട് അതിനെ നമ്മൾ അസസ് ചെയ്യണം. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ ഓപ്പറേഷൻ തുടങ്ങിയ പിന്നെ, ശബരിമലയിലെ കളവ് തുടങ്ങിയ പിന്നെ അല്ലെങ്കിൽ മോഷണം തുടങ്ങിയ പിന്നെ അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും വിമാനത്തിലാണ്. വിമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അദാനി തിരുവനന്തപുരം അദാനി എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ കമ്പഗൌഡ എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വല്ല ഇതൊക്കെ കാർഡൊക്കെ കിട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വിമാനത്തിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വിമാനയാത്രയും വിദേശയാത്രയും ഒക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട കോടതി ഒരു സുഭാഷ് കപൂറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പരാമർശത്തിനകത്തിലെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നുണ്ടായിരുന്നു. ദേവസ്വം ബെഞ്ച് അങ്ങനെ വെറുതെ ഒന്നും കാണാതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റാരുടെയും പേര് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ലോ പ്രൊഫൈലിലുള്ള നമ്മുടെ ചെറിയ വിഗ്രഹമോഷ്ടാവായ പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് വെള്ളത്തൂവൽ സ്റ്റീഫനെ കുറിച്ചും ചാൾസ് ശോഭാനെ കുറിച്ചും നല്ലല്ലോ പറഞ്ഞത് ഈ സുഭാഷ് കപൂറിനെ കുറിച്ചാണ്. സുഭാഷ് കപൂറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റെപ്ലിക്കയുടെ പിന്നെ ഉണ്ടാക്കി വെക്കുക. നല്ല സ്വർണ്ണങ്ങൾ, ഇപ്പോൾ പഴയ പാണ്ഡ്യരാജാക്കന്മാരും ചോളരാജാക്കന്മാരും പണിഞ്ഞിരിക്കുന്ന അമ്പലങ്ങളിൽ നിന്നൊക്കെ സ്വർണ്ണവും അതിൻ്റെ പാളികളൊക്കെ അടിച്ചു മാറ്റിയ ശേഷം പിന്നെ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലൈസൻസിൽ ഈ ഒറിജിനൽ വസ്തുക്കൾ കടത്തുക. ഇതാണല്ലോ ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത്. ഇയാൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേണ്ട 1500-2000 കോടി രൂപയാണ് ഈ പിന്നെ ഗ്യാങ്ങിനെ അയച്ച് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതാണ്. ഇപ്പോൾ ഇവിടെ തിരുച്ചിറപ്പള്ളി ഏതോ ജയിലിൽ കിടക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴും സംശയമുണ്ട് മാധു, ഈ ജയിലിൽ കിടക്കുന്നത് ഈ ഒറിജിനൽ സുഭാഷ് കപൂർ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ ഇനി അടറപ്പിളക്കുകയാണോ എന്ന് അറിയത്തില്ല. അത്ര ആനക്കള്ളന്മാരാണ്. അതിനെക്കുറിച്ചാണ് കൃത്യമായ സൂചനകൾ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ച് വരട്ടെ, ബാറ്റൻ എങ്ങോട്ട് വരട്ടെന്നറിയാം. പത്മകുമാറിന്റെ ബാറ്റൻ എങ്ങോട്ട് പോയി നമുക്കറിയാം. ശരി, അങ്ങ് ഈ ചുരുങ്ങിയ സമയം മാത്രമേ ഞങ്ങളോടൊപ്പം ചർച്ചയിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതെ. മാത്രമല്ല വളരെ കൗതുകകരമായ ഒരു കാര്യവും വളരെ ചരിത്രപരമായ കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ എം രാജഗോപാലൻ നായർ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനാണ്. ശ്രീ എം രാജഗോപാലൻ നായർ, പത്മകുമാർ ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ ഇതൊക്കെ സാധ്യമാകും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹം അന്ന് പറഞ്ഞ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയുടെ അന്നത്തെ ഒരു ആത്മവിശ്വാസവും ഒക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ കഴിയുന്ന ഒന്നാണോ അവിടെ സാധ്യമാക്കിയത് ഈ വലിയ തട്ടിപ്പ് സംഘം? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പറയാൻ കഴിയുന്നത്, ഒരിക്കലും അവിടെ സംഭവിക്കാൻ പാടില്ലാത്തതും ഏറെ വേദന ഉളവാക്കുന്നതുമായ സംഭവഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറ്റം കൊണ്ടാണോ, അല്ലെങ്കിൽ പങ്കുകൊണ്ടാണോ, കമ്മീഷണറുടെ പങ്കുകൊണ്ടാണോ, ഉദ്യോഗസ്ഥന്മാരുടെ പങ്കുകൊണ്ടാണോ, അതോ എല്ലാവരുടെയും കൂടി പങ്കുകൊണ്ടാണോ എന്നൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് കുറ്റക്കാരായ ആളുകളെ കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചുമതലപ്പെടുത്തിയിട്ടുള്ള SITക്കാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ടോട്ടലായിട്ട് പൊതുവിൽ നോക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ആ കാര്യത്തിലുണ്ട്. ഭരണപരമായ വീഴ്ചയാണ്. ഭരണപരമായ ഉത്തരവാദിത്വം ആർക്കെല്ലാം ഉണ്ടോ ആ ആളുകളുടെയൊക്കെ നിസ്സംഗതയോ അലംഭാവമോ വീഴ്ചയോ ആണ് ഈ സംഭവഗതികളിൽ എത്തിച്ചേർന്നത്. അതിനി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിൽ അതുണ്ടോ, അതോ ഇനിയും ചോദ്യം ചെയ്ത് തെളിവെടുക്കേണ്ടുന്ന ആളുകളിൽ അതുണ്ടോ, ഇതൊക്കെ
ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ബാധ്യതയാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീം അത് ആളുകളെ ട്രേസ് ഔട്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വിചാരണ നേരിടുമ്പോൾ അതിൽ വരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇപ്പോൾ എന്നോട് ചോദിച്ച വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. ശ്രീ എം രാജഗോപാലൻ നായർ, പക്ഷേ അങ്ങ് തന്നെ പറയുന്നത് ഇത് അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ മഹത്വം അല്ലെങ്കിൽ ഒരു വലിയ ഔന്നത്യം കൽപ്പിച്ചു കൊടുത്തിരുന്നു. അവിടെ അയ്യപ്പന്റെ അല്ലെങ്കിൽ ആരാണോ ആ ദേവസ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് വിശ്വാസപരമായ മൂല്യമുള്ള ഒന്നാണ്. അത് പൊന്നുപോലെ കാക്കും എന്ന് വിചാരിച്ചിടത്താണ് പൊന്നു മാത്രമാണ് കാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥാപനത്തിന്റെ ഇത്രയും കാലത്തെ വിശ്വാസ്യത കൂടിയല്ലേ ഇല്ലാതാക്കിയത്? അതൊരൽപ്പം ഇതിലെ നിയമപരവും ചരിത്രപരവുമായ കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. ദേവസ്വം ബോർഡ് ആവിർഭവിക്കുന്നത് 1949 കവനൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. 49 കൊച്ചിൻ ട്രാവൻകൂർ റൂളേഴ്സ് ജോയിൻ്റ് ആയിട്ടൊരു കവനൻ്റ് ഉണ്ടാക്കുകയും ആ കവനൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ അറ്റസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനും ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനും രണ്ടായി കണ്ടുകൊണ്ട് അധികാരം ഒഴിയുകയാണ് റൂളർ ചെയ്തത്. അതാണ് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് അത് ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ഗവൺമെൻറ്റിന് കൈമാറി. പക്ഷേ രാജാവ് ഒരു വ്യവസ്ഥ വെച്ചു, ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഒരു എലക്റ്റഡ് ഗവൺമെൻറ്, ഒരു സെക്കുലാർ ഗവൺമെൻറ്റിന് കൈമാറാൻ തയ്യാറല്ല എന്ന്. അത് കേന്ദ്രം ഉൾപ്പെടെ സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ് ഉൾപ്പെടെ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ കവനൻ്റ് ഒപ്പിടുന്നതും അതിനുശേഷം TCHRI ആക്ട് ഉണ്ടാകുന്നു. TCHRI ആക്ട് എന്ന് പറയുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ഒന്ന് സെക്ഷൻ 3-ഉം ഒന്ന് സെക്ഷൻ 15-ഉം. സെക്ഷൻ 3 പറയുന്നത് 3 പേരുള്ള ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടെമ്പിൾസിൻ്റെ ട്രാവൻകൂറിലെയും കൊച്ചിയിലെയും ടെമ്പിൾസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു രാജാവ്, റൂളർ. 15 പറയുന്നതാണ് ഏറ്റവും രസം, ഏറ്റവും മർമ്മപ്രധാനമായ സെക്ഷൻ 15-ആണ്. അതിൽ പറയുന്നത് all rights, authority and jurisdiction belonging to and exercised by the ruler of Travancore prior to the 1st July 1949 in respect of Devaswams and Hindu religious institutions shall vest and be exercised by the board എന്നാണ്. ഇതിലെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആളിന് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞാൽ, റൂളർ തൻ്റെ അധികാരം ഒഴിഞ്ഞിട്ട് തൻ്റെ സ്ഥാനത്ത് അവരോധിച്ച ഒരു ബോഡിയാണ്, എല്ലാ അധികാരങ്ങളും അവകാശങ്ങളോടും കൂടി അവരോധിച്ച ഒരു ബോഡിയാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. പ്യുവർലി ഇൻഡിപെൻഡൻ്റ് ആണ്, മാക്സിമം അതോറിറ്റി ഉള്ളതാണ്, അൺകൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ആണ്, അൺകൺട്രോൾഡ് ബൈ എനി അതർ അതോറിറ്റിയാണ്, എക്സെപ്റ്റ് ഓഡിറ്റ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഒഴിച്ചിട്ട്. അപ്പം ഇങ്ങനെയുള്ള സ്വന്തമായി ഭരണത്തിന് നിയമമുണ്ടാക്കാൻ അവകാശമുള്ള വേറെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കും അതില്ല. ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് അതിൻ്റെ ഭരണപരമായ റൂളുകൾ ഉണ്ടാക്കാൻ അധികാരമുള്ള ബോഡിയാണ്. അപ്പോൾ മോസ്റ്റ് പവർഫുള്ളാണ്, അതിന് ഒരു സംശയവുമില്ല. ആ പവർ അതേപോലെ എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ കാലാകാലങ്ങളായി വരുന്ന ബോർഡുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. താല്പര്യം അനുസരിച്ചാണ് അതിന്റെ തലപ്പത്ത് ആളുകൾ വരുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും ഈ പറയുന്ന എല്ലാ നിയമങ്ങൾക്കും നടപടികൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായി എന്നുള്ളതാണ് വളരെ പ്രകടമായി. അതാണ് ഇപ്പോൾ ഈ പഴി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. ഞാൻ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ രജി ലോക്കോസ് രണ്ടുപേരിലേക്കും വരാൻ ഏറെ വൈകി. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയേണ്ട, അധികൃതർ മറുപടി പറയേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇത്രയും കാലം ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഉദ്യോഗസ്ഥര മാത്രമായിരുന്ന സമയത്തെ വീഴ്ച, ഇങ്ങനെയൊക്കെയാണ് എണ്ണി പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ പക്ഷേ രാഷ്ട്രീയമായി കൃത്യമായതിന് മറുപടി പറയേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും മധു, 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. പത്മകുമാർ സാറിനെ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരു മനസ്സിൽ ആശ്വാസമുണ്ടെങ്കിലും മറ്റൊരു രീതിയിൽ വേദനയും വിഷമവും ഉണ്ടാക്കുന്നതാണ്.
വേറൊന്നും കൊണ്ടല്ല, പത്മകുമാർ സാർ ഇത്തരം ഒരു കാര്യം ചെയ്തു എന്ന് ഓർക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ വേദനയും വിഷമവും ഉണ്ടാകുന്നത്. ശബരിമല യുവതി പ്രവേശന പ്രശ്നം നടക്കുമ്പോഴും ഒരു സ്ഥലത്ത് പാർട്ടിയും പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെയും മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെയും ബാലൻസ് ചെയ്യാനെങ്കിലും നോക്കിയിരുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീ പത്മകുമാർ സാർ. ഞങ്ങളെ അടക്കം പ്രക്ഷോഭത്തിന് സഹായിക്കുകയും മറ്റും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരത്തെ ശ്രീ അനന്തകൃഷ്ണൻ അടക്കം മാധു അടക്കം സൂചിപ്പിച്ചതുപോലെ ശബരിമലയായിട്ടുള്ള ബന്ധം, ഹരിവരാസനമായിട്ടുള്ള ബന്ധം, ചെറിയ പ്രായം തൊട്ടുള്ള ബന്ധം, ഇങ്ങനെ ഒരു വ്യക്തി അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്യും എന്ന് ചിന്തിക്കാൻ ശരിക്കും മനസ്സിന് വേദനയോടെ നീറ്റിലോടെ മാത്രമേ അത് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. എന്തായാലും പത്മകുമാർ സാർ ഇനിയെങ്കിലും ആ തെറ്റുകൾ എന്താ പറയുക സമസ്താപരാധം പറഞ്ഞ് കുറ്റം ഏറ്റു പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയുന്ന, വ്യക്തിപരമായി അറിയുന്ന, കുടുംബപരമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്. കാര്യം അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വേറൊന്നും കൊണ്ടല്ല, അതൊരു വിശ്വാസവഞ്ചന കൂടെയാണ്. സാധാരണ വിശ്വാസികൾ അന്നും പത്മകുമാർ സാറ് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. അപ്പം വിശ്വാസികൾ പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോയിരുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, ഒരുതരം നമുക്ക് നമ്മളോട് തന്നെ നിരാശയും ദേഷ്യവും തോന്നുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി രണ്ട്, തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. നേരത്തെ രാജഗോപാലൻ നായർ സാർ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്താ പറയുക, കേരളത്തിലെ മഹാനായ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ഇരുന്നൊരു ബോർഡാണ്. അതായത് കേരളത്തിലെ യുഗപ്രഭാവന്മാരായിരുന്ന ആൾക്കാരിരുന്ന ബോർഡിലെ 2 പ്രസിഡന്റുമാർ, ആ അർത്ഥത്തിൽ 2 പേരായി. വാസു സാറ് മറ്റൊരു കാലഘട്ടത്തിനെ കുറിച്ചാണെങ്കിലും വാസു സാറിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ ദേവസ്വം പ്രസിഡന്റിനെയോ അറസ്റ്റ് ചെയ്യുന്നത്. മുമ്പ് പരിപൂർണ കമ്മീഷൻ വന്നപ്പോൾ അതിന്റെ അടുത്ത് വരെ എത്തിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിന് ഒരു രാഷ്ട്രീയപരമായ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് കൾപ്പബിലിറ്റി ഉണ്ടോ എന്നറിയില്ല. ചില ആൾക്കാർ ആ കാലത്തിലെ മന്ത്രിയൊക്കെ ഇതിലേക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്, അത് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. മാത്രമല്ല, ഈ വിഷയത്തിൽ ഹൈക്കോടതി സുവോമോട്ടോ കേസെടുത്താണ് പോകുന്നത്, സ്വമേധയാ കേസെടുത്താണ് പോകുന്നത്. വേറെ പറഞ്ഞു നിൽക്കാനൊന്നുമില്ല എന്നൊരു തിരിച്ചറിവും കൂടെ ഇതിൽ അകപ്പെട്ടവർക്ക് വേണം. SIT ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. ഇത് ശരിക്കും ഈ വിഷയത്തിൽ ഹീറോ മാധുവിനോടൊക്കെയുള്ള റിക്വസ്റ്റ്, അനന്തകൃഷ്ണനുള്ള റിക്വസ്റ്റ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ കാണിക്കുമ്പോൾ കാണിക്കേണ്ട 2 പേരുടെ ഫോട്ടോ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരുടെയാണ്. രാജാ വിജയരാഘവനും ജഡ്ജി ജയകുമാർ സാറിന്റെയും അടക്കമുള്ള ചിത്രങ്ങളെ പറ്റും കാണിക്കണം. അവരുടെ നിശ്ചയദാർഢ്യവും ബോധ്യവും അതോടൊപ്പം നിങ്ങൾ മാധ്യമങ്ങളുടെ, മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ശക്തമായി ചർച്ച ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം ഈ രീതിയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിയതും ഈ ആക്ഷൻസിനൊക്കെ ഈ സ്പീഡും കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും ഞെട്ടലുണ്ടാക്കിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ക്രൈസിസ്, ഒരു വിശ്വാസ്യതയുടെ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ജയകുമാർ സാർ അടക്കമുള്ളവർക്ക് അത് തിരിച്ചു നേടാൻ കഴിയട്ടെ. എനിക്ക് തോന്നുന്നില്ല ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുമെന്ന്. അയ്യപ്പന്റെ മുമ്പിൽ ഇരിക്കുന്ന, കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ള, ഇത്രയും മാധ്യമ ശ്രദ്ധയുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്വർണം പാളികൾ മാറ്റി സ്വർണം പൂശി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചത് ഒരു കാരണവശാലും എന്താ പറയുക ക്ഷമിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പത്മകുമാർ സാറിനോട് അയ്യപ്പന്മാർ എന്തായാലും പുറക്കില്ല, അയ്യപ്പൻ പുറക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, ദിസ് ഈസ് തെഫ്റ്റ് ബൈ പോളിസി. അതായത് റോബറി ബൈ പോളിസി, തെഫ്റ്റ് ബൈ പോളിസിയാണ്. 39 ദിവസം ചെന്നൈയിലെത്താൻ സമയമെടുത്തതും ബോധപൂർവം സ്വർണ്ണപ്പാളികളെന്ന് മാറ്റി ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയതുമൊക്കെ ആഴമേറിയ ഒരു കോൺസ്പിറസി, ആഴമേറിയ ഒരു ഗൂഢാലോചനയുടെ, സ്ട്രക്ചറലായ ഒരു ഗൂഢാലോചനയുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇതിൽ വേണം. ഇതിലെ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരണം. ഇനി ഒരു കാലത്തും ഒരു അമ്പലത്തിലും ഇത് ഉണ്ടാകരുത്. വെളിയിൽ നോക്കുമ്പോൾ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ മീഡിയ അടക്കം വെളിയിൽ നിന്നുള്ള മീഡിയ ചർച്ച ചെയ്യുമ്പം അവർക്കിത് മുഴുവൻ നമ്മുടെ നാടിന്റെ പ്രശ്നമായിട്ട് മാത്രമേ കാണൂ. അവർക്ക് ഈ നമ്മുടെ ഉള്ളിലെ വേർപിരിവുകളൊന്നും അറിയില്ല. അതുകൊണ്ട് ശബരിമലയ്ക്ക് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇതിൽ നിന്ന് കരകയറാൻ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡ് ആ ക്രെഡിബിലിറ്റി റീക്ലെയിം ചെയ്യണം. അതോടൊപ്പം ഇതിന്റെ പെട്ടവരെല്ലാം അവരെ ശക്തമായ രീതിയിൽ ശിക്ഷിക്കണം. വേറെ എന്താ പറയാൻ കഴിയുക? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓർക്കുക, ഇത് മുറിച്ചു വിറ്റോ മറിച്ചു വിറ്റോ എന്ന കാര്യം നമുക്ക് ഇന്നും അറിയില്ല. അതായത് ശബരിമലയിൽ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ, വാതിൽ പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ എവിടെയും നമുക്കറിയില്ല. രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണ പോറ്റി പറയുന്നത് ഞങ്ങൾ അങ്ങ് നശിപ്പിച്ചു എന്ന്. അങ്ങനെയല്ല, അത് മറിച്ചു വിൽക്കാനും മുറിച്ചു വിൽക്കാനും ഡിവൈൻ വാല്യൂ, ഇതിനൊരു മോഹവിലയുണ്ട്, ഒരു ഡിവൈൻ വാല്യൂ ഉണ്ട്. ആ ഡിവൈൻ വാല്യൂവിന് കോടിക്കണക്കിന് രൂപയുടെ കാര്യത്തിൽ വിൽക്കാൻ സാധ്യതയുണ്ട്. സുഭാഷ് കപൂർ അടക്കമുള്ളവരുടെ ഈ നെക്സസ് എന്ന് പറയുന്നത് ഏകദേശം 1300 കോടിയോളം രൂപയാണെന്നാണ് ഡോക്യുമെന്റഡ് ആയി തന്നെ ഉള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് കോടികളുടെ, 100 കണക്കിന് കോടികളുടെ വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് അടക്കമുള്ള സ്പേസ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് സുഭാഷ് കപൂറിന്റെ പേര് ഹൈക്കോടതി തന്നെ ബോധപൂർവ്വം എഴുതി ചേർത്തതാണ്. ഈ രീതിയിൽ ആഗോളതലത്തിൽ $6 ബില്യൺ ഈ ആന്റീക്സ് മാർക്കറ്റ് ഉള്ളത്.
അപ്പോൾ അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതിശക്തമായ രീതിയിൽ ഹൈക്കോടതി ഇടപെടണം, മാധ്യമങ്ങൾ പിന്തുണ കൊടുക്കണം, പൊതുജനങ്ങൾ ജാഗരൂകരായി നിൽക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഏറ്റവും വേദനാജനകമാണ് കാര്യം പുറകിൽ നിന്ന് കുത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുമ്പ് യുവതീ പ്രവേശനമൊക്കെ നേർക്ക് നേർ നിന്ന് പോരാടുമ്പോഴും അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പുറകിൽ നിന്ന് കുത്തി എന്ന ഫീലിംഗ് ആണുള്ളത്. ബാലൻസിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കുറവ് മറ്റുള്ളവർക്ക് ഒരു നിലപാടെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ആ സമയത്ത് അതേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ പോലും ഉദ്ദേശശുദ്ധി ഇല്ലായിരുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇനി ഒരു കാര്യം പറയാത്തൊരു കാര്യം കൂടെ പറയാം. ഞങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം തരാന്നടക്കം അദ്ദേഹം പറഞ്ഞതാണ്. 1 മാസത്തെ ശമ്പളം തരാൻ, പക്ഷേ ഇതിന്റെ പിന്നിൽ ഈ ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലല്ലോ. നമുക്ക് നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ അതിനെ സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ശരി രാഹുൽ, ഈ എ പത്മകുമാർ പിന്നീട് ഈ ചെന്നൈയിൽ നിന്ന് ഇത് കൊണ്ടുവന്ന് കോട്ടയത്തൊരു അമ്പലത്തിൽ വെച്ച് പൂജ നടത്തിയപ്പോൾ അവിടെ ക്ഷണിതാവായി വരികയും ചെയ്തു പോറ്റിയുടെ. അതേ പോറ്റിയാണ് പിന്നെ അറിയില്ല എന്ന് പറയുകയും ചെയ്തത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, എന്നോട് എനിക്ക് അങ്ങോട്ട് വളരെ ഡയറക്റ്റായി ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും പാർട്ടി അത് പരിഗണിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് 2 തവണ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താ, ഏത് ഉന്നതനായാലും പിടിക്കപ്പെടും, അകത്തു പോവും. ഇന്ന് പറഞ്ഞത് എന്താ, ഒരു കളങ്കത്തിനെയും സംരക്ഷിക്കുകയായിരുന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ചോദിക്കുമ്പോൾ പഴഞ്ചൊല്ല് പറയുന്നത് എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ നോക്കൂ, ഇത് അറസ്റ്റിലായിരിക്കുകയാണ്. അവരിനി പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഈ വേവോളം അരവേവാവോളം കാത്തിരിക്കേണ്ടത് എന്തിനാ? ഇനിയൊന്ന് മൊത്തം വേവട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പാർട്ടിക്ക് വളരെ കൃത്യമായി, ഡയറക്റ്റായി, ക്രിസ്റ്റൽ ക്ലിയർ ആയി ഒക്കെ പറയാൻ കഴിയുന്ന കാര്യമാണ് ഈ തരത്തിൽ നടപടി നേരിട്ട ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായ കാര്യം ഞാൻ പറയും. കുറ്റവാളിയെന്ന് നിർണ്ണയിക്കുന്നത് കോടതി തീരുമാനിക്കുമ്പോൾ അതുവരെ കുറ്റാരോപിതനാണ്. അത് തന്നെയാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് മാറട്ടെ. അല്ല, പക്ഷെ അത് സൗകര്യാനുസരണം പറഞ്ഞാൽ പോരല്ലോ. അത് നിങ്ങൾ എന്തോ ഔദാര്യം പോലെ ഞങ്ങൾ നിലപാടെടുത്ത് കളയും, ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ പറയുന്ന അന്വേഷണം ഉണ്ടാകുന്ന സമയത്ത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ SIT വന്നല്ലോ, SIT ഒന്ന് അന്വേഷിക്കട്ടെ എന്നുള്ളതായിരുന്നു. SITയുടെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ദേവസ്വം ബോർഡിന്റെ ഓരോരുത്തർ ആയി വരുമ്പോഴും അവരൊക്കെ ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ളതായിരുന്നു. പിന്നീട് എൻ വാസു വന്നപ്പോൾ എൻ വാസു കമ്മീഷണറായിരുന്ന കാലത്തെ എന്നുള്ളതാണ്. എ പത്മകുമാർ വരുമ്പോ അത് ഇനിയിപ്പം ഒന്ന് മുഴുവൻ വേവുന്നത് വരെ കാത്തിരിക്കാനാണ്. അതും കഴിഞ്ഞപ്പോൾ കുറ്റാരോപിതൻ മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിങ്ങനെ പതിറ്റാണ്ടുകൾ ഒരു നിയമ പ്രക്രിയ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര കാലം എടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിന് പുറത്ത് കിടന്ന് കളിക്കുന്ന കളിയല്ലേ ശ്രീ റെജി ലൂക്കോസ്? മാധുവാന് ഉത്തരം വളരെ ലളിതമാണ്. എന്താണെന്നറിയോ, അതായത് ഈ പറയുന്ന ചർച്ചകളിലും ഇന്ന് ഈ മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തതും കേരളത്തിലെ പ്രതിപക്ഷം ആരോപിച്ചതും ഈ ഉദ്യോഗസ്ഥന്മാരിൽ ഈ കേസ് അവസാനിക്കും, അന്വേഷണം അവസാനിക്കും, ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പുറത്തേക്ക് ഇത് പോകത്തില്ല, സർക്കാർ അവരെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുമെന്ന് ദിവസങ്ങളോളം ഞാൻ എത്ര ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ഈ പറഞ്ഞവർക്ക് ഇപ്പൊ ആരെല്ലാം ഇപ്പൊ ജയിലിലുള്ളത് അറസ്റ്റ് ചെയ്ത് അല്ലല്ല അങ്ങനെ തന്നെയാ പറഞ്ഞത്. അങ്ങനെയൊന്നും പറയില്ല. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, അന്നത്തെ പ്രസിഡന്റാണ്. ഇവരൊക്കെയാണ് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഉദ്യോഗസ്ഥരിൽ അവസാനിക്കില്ല എന്ന് തന്നെയാണ്. അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ നോക്കണ്ട ശ്രീ റെജി ലൂക്കോസ്. അല്ല, അവസാനിക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മാധു ഞാൻ പറഞ്ഞു കേൾക്കാനായിട്ട് ഇത് അവസാനിക്കില്ല, അവസാനിപ്പിക്കും എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആശങ്കപ്പെട്ടത്. പക്ഷെ ഇപ്പൊ എവിടെ ചെന്നു ഈ അറസ്റ്റുകൾ? ഞാൻ അത് കൂടാണ്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ കേൾക്കേ, നിങ്ങളോട് അനുകൂലിക്കുന്ന കാര്യം തന്നെയാ. ഈ പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കളങ്കിതനാണെന്നുള്ള വിവരം 99% കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ ഉൾപ്പെടെ. അയാൾ പറഞ്ഞ 2 കാര്യങ്ങൾ അയാളിലേക്ക് ഈ അന്വേഷണം നീളാൻ കാരണമായി. അയാൾ ആദ്യം വെരി ഫസ്റ്റ് ഡേ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട അനന്തകൃഷ്ണനാണോ അതോ പത്തനംതിട്ട റിപ്പോർട്ടറാണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഞാൻ ഭരിക്കുന്ന കാര്യത്തിൽ അത് ചെമ്പായിരുന്നു. പിന്നീട് മാതൃഭൂമിയിൽ മാധു ചോദിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ നേരത്തെ കാണിച്ച ബൈറ്റിൽ പറയുമ്പോൾ എന്താ, എന്റെ കാര്യത്തുണ്ടായിരുന്നത് സ്വർണം പൂശിയ 49 ഗ്രാം സ്വർണം പവനവറ്റ് പൂശിയതായിരുന്നു പറഞ്ഞു. ഇത് രണ്ടും കോൺട്രഡിക്റ്റാ. ഇനി ഇയാൾ പൂട്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ, ഈ പൂശാനായിട്ട് കൊണ്ടുപോയ മദ്രാസിലെ സ്ഥാപനത്തിന്റെ അഭിഭാഷകൻ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലിൽ ഇരുന്ന് ഞാനും പങ്കെടുത്ത ചർച്ചകളാ പറഞ്ഞെന്താ അറിയോ,
ഞങ്ങൾ പഴയ ചെമ്പിൽ ഒരിക്കൽ പൂശിയ ചെമ്പ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും ഞങ്ങൾക്ക് പുതിയ ചെമ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പൂശാൻ കൊണ്ടുവന്നത് പുതിയ ചെമ്പാണെന്ന് പറഞ്ഞപ്പോഴേ പത്മനാഭൻ അവിടെ പൊളിഞ്ഞു. കാരണം അവരുടെ അഭിഭാഷകൻ പലതവണ പറഞ്ഞു മാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ ഇവരാരും നിശ്ചയിക്കട്ടെ. അതോടുകൂടി പത്മകുമാറിന്റെ സംശയം ഞങ്ങളുടെ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ ഉണ്ട്, ആരും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ രക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി 2019 അവിടുത്തെ പ്രസിഡന്റായിരുന്നു. 2019 പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, തന്ത്രി ഒപ്പിട്ട ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ടു കടലാസ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ഞാൻ അതിൽ ഒപ്പിട്ടു. അങ്ങനെയാണ് ഒരൊറ്റ ചോദ്യം. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങ് പറയുന്നു കേരളത്തിലെ 99% ആളുകൾക്കും പത്മകുമാറിനെ പറ്റി നല്ല അഭിപ്രായമില്ല എന്ന്. ഈ 99% പെടുന്നവരല്ലേ ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ നേതാക്കളും ഒക്കെ? നിങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുജന സംഘടന? നിങ്ങൾക്ക് ഈ 99% പെടില്ലേ? ഈ ബാക്കി വരുന്ന ഈ നമ്മൾ ഈ ഡിറ്റർജന്റ് പരിസ്ഥിതിയിലൊക്കെ കാണുന്ന പോലെ 99.99 കഴിഞ്ഞിട്ടുള്ള ബാക്കി ശതമാനത്തിലേ പെടുകയുള്ളൂ. പാർട്ടിക്ക് അറിയാമായിരുന്നോ പത്മകുമാറിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നക്കാരനാണ് എന്ന്? ഞാനത് 100% ആക്കുന്നു. അപ്പൊ ആ വിമർശനത്തിന് അതിർന്നില്ലോ. കാരണം ഞാൻ ഈ ശബരിമല പോയിട്ടുള്ള ആളാ, ഞാനിത് കണ്ടിട്ടുണ്ട് 2000-ൽ. എന്റെ കൺമുമ്പിൽ ഇപ്പോഴും ആ സാധനം അതുകൊണ്ട് വളരെ പ്രശസ്തരായിരുന്ന 5 പേരോടൊപ്പം ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഈ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ പത്മകുമാറിനെ ഞാൻ തള്ളി പറയാനൊരു കാരണം അതുകൊണ്ട് തുറന്നൊക്കെ പറയാം. വായിച്ച് കോടാനുകോടി മനുഷ്യരിൽ വിശ്വസിക്കുന്ന ലോകം മുഴുവൻ പ്രശസ്തരായിട്ടുള്ള കേരളത്തിന് അഭിമാനമായ ശബരിമല ക്ഷേത്രത്തിന്റെ വ്യാജപാലകന്മാരെ ക്ലാഡ് ചെയ്ത സ്വർണം പൊളിച്ചു. ആ ക്ലാഡ് സ്വർണം മാത്രമല്ല, അതിന്റെ മെയിൻ ഡോർ വരെ പൊളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ, മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ തീവട്ടിക്കൊണ്ട കള്ളൻ പോറ്റിക്ക് സാധിക്കുമോ? അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇത് നോക്കൂ, ഇപ്പോ ദേവസ്വം ബോർഡ് മന്ത്രിമാർ കാലാകാലങ്ങളിലുള്ളവർ അവിടെ പോയി നിൽക്കുന്നുണ്ട്. വിശ്വാസപരമായ ഉത്തരവാദിത്തം ഇല്ല എന്ന് വിചാരിക്കും, പക്ഷെ ഭരണപരമായ ഉത്തരവാദിത്തമുണ്ട്. ഇനി അവിടെ ചെന്ന് നിന്നാൽ കാണാൻ കഴിയുമല്ലോ. ഇത് സ്വർണ്ണമല്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ ഇതിന്റെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന ആളുകൾക്കടക്കം അവിടെ എന്താണ് ഉള്ളത് എന്നറിയാതെ ഇരിക്കുമോ? ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതിരിക്കുമോ അത് തങ്കം പൊതിഞ്ഞതാണ് എന്ന്? ശ്രീ വി എൻ വാസവൻ അറിയാതിരിക്കുമോ? ഈ പറഞ്ഞ ഏറ്റവും അവസാനം 2025 അത് അവിടെ നിന്ന് കൊണ്ടുപോയപ്പോഴും സ്വർണ്ണപ്പാളികൾ ഇല്ലാത്ത ദ്വാരപാലകന്മാരെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ പോയി ആരും ഇത് കണ്ടില്ല എന്നുള്ളതാണ്. പത്മകുമാർ ചെമ്പാണെന്ന് പറഞ്ഞപ്പോ ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ല സാറേ, ഞാൻ ഒരാളല്ലേ ഇടതുപക്ഷത്തെ പ്രതിനിധി. ഞാനൊന്നും പറയട്ടെ, മറുപടി പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയില്ലേ? ഞാൻ അയാളെ അനുകൂലിച്ചോ ഈ ദേവസ്വം ബോർഡ് അനുകൂലിച്ചോ വാക്ക് പറഞ്ഞത് ഞാൻ പറയത്തുമില്ല. നിങ്ങൾ എല്ലാവരും ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ബഹുമാനപ്പെട്ട വി എൻ വാസവനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹം കേവലം കഴിഞ്ഞ 2024 ശബരിമല മണ്ഡലകാലത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുക്കണേ. ആ മനുഷ്യൻ എങ്ങനെയാണ് തെറ്റിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആരെ കുറിച്ച് എന്തും പറയാവോ? ശബരിമലയിലുള്ളത് ചെമ്പല്ല എന്ന് അറിയാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. സ്വാഭാവികമായും ദേവസ്വത്തിന് കീഴിലുള്ള ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അറിവ് മിനിമം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത്രയും വിവാദമാകുമ്പോൾ അവിടെ ചെമ്പാണ് എന്ന് പറയുമ്പോൾ അത് താഴെയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ച തിരിച്ചറിവുണ്ടാക്കാവുന്നതാണ്. പോട്ടെ, ഇന്നിപ്പോ മന്ത്രി ഇപ്പൊ അങ്ങ് വി എൻ വാസവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മന്ത്രി വി എൻ വാസവനോട് ഇന്ന് പ്രതികരണം ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയില്ല അത്രേ. വി ശിവൻകുട്ടിക്കില്ലാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണ് വി എൻ വാസവന് മാത്രമായിട്ടുള്ളത്? അല്ല, അതിന് വ്യത്യാസമുണ്ട്. ഞാൻ ആ ആരോപണം എന്നോട് ഉച്ചയ്ക്ക് മാതൃഭൂമി ടെലി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മാതൃഭൂമി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ, വി എൻ വാസവൻ ആ വകുപ്പിന് ചുമതലയുള്ള ആളാ. ആ വകുപ്പിന് ചുമതലയുള്ള ഒരാള് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരുമാറ്റച്ചട്ടം തന്നെയാ. ഞാനൊന്നും പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് ഞാൻ എന്താ പറയുന്നത് മനസ്സിലാക്കുന്നത്? വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താണ് വി ശിവൻകുട്ടി പറഞ്ഞേ? ഉപ്പ് നിന്നും വെള്ളം കുടിക്കട്ടെ. ഈ ഉപ്പ് നിന്നും വെള്ളം കുടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? വി എൻ വാസവൻ ഉത്തരവാദിത്തോടെ മറുപടി പറയണ്ടേ? അപ്പൊ അത് രാഷ്ട്രീയപരമായ ന്യായീകരണമായില്ലേ? ജനങ്ങളുടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കിയല്ലേ? അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക. എനിക്കറിയാം, മാധുരിനൊക്കെ അറിയാം. ചുമ്മാ ചോദിക്കുവാണത്. പക്ഷേ ചുമ്മാ അങ്ങ് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ ഒറ്റ ചോദ്യത്തോട് ചോദിക്കട്ടെ, അതിന് ശേഷം അദ്ദേഹത്തിന് ചോദിക്കൂ. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വി എൻ വാസവൻ എന്ന് പറഞ്ഞ മന്ത്രിയും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും അതിന്റെ ഫ്രണ്ട് പോയി നിൽക്കുമ്പോൾ അത് സ്വർണ്ണമാണോ ആണോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആരോപണം പുറത്തു വരണ്ടേ?
ഈ ആരോപണം വന്നിട്ട് ഇപ്പൊ 40 ദിവസമല്ലേ ആയുള്ളൂ. അതിന് അവരെങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? ഇവന്മാർ അടിച്ചോണ്ട് പോയി അവരുടെ തലയിൽ വെക്കുന്നത്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്, അത് തെറ്റാണത്. ഇപ്പൊ ഇവിടെ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട റിപ്പോർട്ടറാ അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ ഇപ്പൊ എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ സോഴ്സിലൂടെ അറിഞ്ഞതനുസരിച്ച് ഈ പിന്നെ എന്താ പറയാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽപ്പെടുന്നതോ അല്ല എന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റിയും വിഷയങ്ങളെ പറ്റിയും മിനിമം ധാരണയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വി ശിവൻകുട്ടിക്ക് ഇല്ലാത്ത പെരുമാറ്റച്ചട്ടമൊന്നും അദ്ദേഹം ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. പദ്ധതികൾ പ്രഖ്യാപിക്കാതെ സ്വാധീനിക്കരുത് എന്നൊക്കെയുള്ളൂ. അങ്ങനെയുണ്ട്. ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നില്ല. ശ്രീ റെജി ലൂക്കോസ് അങ്ങെടുത്ത ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് അദ്ദേഹം അവിടെ ആ സ്ഥാനാരോട് പങ്കെടുക്കാൻ അതേ ഇലക്ഷൻ കമ്മീഷനോട് അനുവാദം ചോദിച്ചു. നിങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ല അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമാണ്. ശ്രീ രാഹുൽ ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയതാണ്. വി എൻ വാസവന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കഴിയാത്ത പെരുമാറ്റച്ചട്ടം കേരളത്തിൽ നിലവിലില്ല. ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്. ഇടവേള. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലം കോടതിയിലേക്ക് എ പത്മകുമാറിനെ എത്തിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹത്തെ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമോ റിമാൻഡ് ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കൊല്ലം കോടതിയിലാണ് അദ്ദേഹത്തെ ഹാജരാക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ ശങ്കുട്ടി ദാസ്, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ അനന്തകൃഷ്ണൻ പറഞ്ഞു, ഈ എ പത്മകുമാറിന് അപ്പുറത്തേക്കുള്ള ഒരു മൊഴിയും നിലവിലില്ല. അത് മുൻ ദേവസ്വം മന്ത്രിയോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിലേക്കോ ഒന്നുമുള്ള ഒരു മൊഴികളും നിലവിലില്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആഭ്യന്തര വിവരശേഖരണം സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സർക്കാർ അഭിഭാഷകരടക്കം അവിടെ ഹാജരാക്കുമ്പോൾ നിലപാട് പറയുക തന്നെയാണ് ചെയ്യുക. ഇതിന്റെ പൂർണ്ണമായ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നോക്കൂ, എ പത്മകുമാറിനെതിരെ ഒരു മൊഴി പോലും ഇല്ല, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആർക്കെങ്കിലും പങ്കാളിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ മൊഴിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എ പത്മകുമാറിന് തന്നെ മൊഴിയുണ്ടല്ലോ. പത്മകുമാർ വരെ മൊഴിയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം, എ പത്മകുമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത്രയും വലിയൊരു ക്രമക്കേട് നടത്താൻ സാധിക്കുമോ എന്നാണ്. അതായത് താൻ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുകയാണെന്നും തന്നേക്കാൾ ഉയർന്ന തന്നേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇത്രയും വലിയൊരു സ്കാം നടത്താൻ സാധിക്കില്ലെന്നും ഒരു ഇൻഅഡ്വൻറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, എ പത്മകുമാർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഇതിൽ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം കമ്മീഷണർ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ്. ഇതിൽ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എ വാസുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ ചെമ്പിനെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയിട്ടുള്ള ആദ്യത്തെ ലെറ്റർ വരുന്നത്, ആ ലെറ്ററിനാണ് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അംഗീകാരം കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫർട്ടാണെന്നും ഇതിന് മുകളിലുള്ള ഒരു ആസൂത്രണം ഈ തലത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സംശയിക്കാവുന്നതാണ്. മൂന്നാമത് എ പത്മകുമാർ തന്നെ നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിക്കുമ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദേവതുല്യരായിട്ടുള്ള ചില ആളുകളുടെ അംഗീകാരത്തോടും അനുമതിയോടും കൂടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എ പത്മകുമാറിൽ അന്വേഷണം അവസാനിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള SIT സംബന്ധിച്ച് ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് ഒരുപക്ഷെ ബലം കൊടുക്കുന്നൊരു സംഭവമാണ്. SITക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പറയുന്നത് ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്, കേരളത്തിലും പുറത്തും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ടൊരു കേരളത്തിലെ ഏജൻസി പോരാ ഒരു സെൻട്രൽ ഏജൻസി വേണം എന്നുള്ളത് മാത്രമല്ല, ഇത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളൊരു സംവിധാനമാണ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഇത് മന്ത്രി തലത്തിലേക്ക്? കാരണം ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ, ഇത് ആദ്യം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആരംഭിച്ച് പിന്നെ അത് കമ്മീഷണറിലേക്ക് എത്തി, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ ട്രജക്ടറി നോക്കുകയാണെങ്കിൽ, ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എ പത്മകുമാറാണ് അതിലത്തെ അവസാനത്തെ ആള്, മുഖ്യ സംഘാടകൻ, മുഖ്യ ആസൂത്രകൻ ഇയാളാണ് എന്ന നിലയിലേക്ക് അത് അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് CPM ഏതെങ്കിലും നിലയിൽ എന്താ പറയുക കൈ ഒഴിയാൻ സാധിക്കും. ഈ പറഞ്ഞതുപോലെ എ വാസവന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന് അങ്ങ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ മന്ത്രി ശിവൻകുട്ടി
ശിവൻകുട്ടിക്ക് ഇല്ലാത്തൊരു പെരുമാറ്റച്ചട്ടം മന്ത്രി വാസവന് മാത്രമായിട്ട് ബാധകമല്ല. അതിനെ പറ്റിയിട്ട് റെജി ലൂക്കോസിന്റെ വിശദീകരണം പറയുന്നത് ശിവൻകുട്ടിക്ക് പഴഞ്ചൊല്ലി പറഞ്ഞാൽ മതി, പക്ഷേ വാസവന് കുറെ കൂടി ഗൗരവമായിട്ട് കാര്യമാത്ര പ്രസക്തമായി ഉത്തരവാദിത്വം കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താ ശിവൻകുട്ടിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം വാസവന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഏതായാലും അദ്ദേഹത്തിന് അത് ന്യായീകരിക്കാൻ പ്രയാസമാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു അഴിമതിയെ ന്യായീകരിക്കാൻ പ്രയാസമാണെന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. അപ്പൊ ന്യായീകരണം മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതും ഇയാളെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറല്ലാതെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാവുന്നില്ലല്ലോ, കോടതിയല്ലേ കുറ്റം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഒരാളെ തള്ളി പറയേണ്ട ആവശ്യമില്ല. വേവോളം കാത്തില്ലേ, ഇനി കുറെ കൂടി വേവട്ടെ എന്നൊക്കെ പറയുന്നത് ഈ ഘട്ടത്തിലും പത്മകുമാറിനെ തള്ളി പറയാൻ നിങ്ങൾ തയ്യാറല്ലാതുള്ളതാണ്. അതല്ലെങ്കിൽ റെജി ലൂക്കോസ് എന്ന് പറയുന്നത് കേരളത്തിലെ 99% ആൾക്കാർക്കും ആദ്യത്തെ ദിവസം തൊട്ട് അറിയാം പത്മകുമാർ ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുന്നവർ അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ ഭാഗത്തൊരു വിശദീകരണം ചോദിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഈ കാര്യമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം എന്തുകൊണ്ട് അദ്ദേഹത്തോട് ഉണ്ടായിട്ടില്ല? ഇവിടെ ഒരു സൂപ്പർവിഷണറി ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്തിനാണ് ഈ പറയുന്നത് ദേവസ്വം ബോർഡ് സംവിധാനം വെച്ചിട്ടുള്ളത്? അതിന്റെ മുകളിൽ ഒരു ദേവസ്വം വകുപ്പ് എന്തിനാണ്? ഒരു ദേവസ്വം മന്ത്രി എന്താണ്? ഇവരുടെ പ്രവർത്തികളുടെ മേൽനോട്ടം നടത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇല്ലേ? അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന എന്ത് കാര്യവും മന്ത്രിമാരോ വകുപ്പോ അറിയാതെ തന്നെ നടപ്പാവുമെങ്കിൽ പിന്നെ എന്തിനാണ് വകുപ്പ്, എന്തിനാണ് മന്ത്രി? ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയിരക്കണക്കിന് സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ISRO മുതൽ UGC വരെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ISRO അവരുടെ കീഴിലുള്ള റോക്കറ്റുകൾ എടുത്തിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തിന് വിറ്റ് കഴിഞ്ഞാൽ അത് ISROയിലെ ശാസ്ത്രജ്ഞന്മാർ മാത്രം നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേടാണ്. അതിൽ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലപാട് അങ്ങ് സ്വീകരിക്കുമോ? അതേ മട്ടിൽ ഈ പറയുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മേലെ മന്ത്രാലയങ്ങളും അതിന് വകുപ്പ് മന്ത്രികളും ഉള്ളത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മേൽനോട്ടം നടത്താനും അതിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനും ശിക്ഷിക്കാനുമാണ്. യാദൃശ്ചികമായിട്ട് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈക്കോടതി 2019 സെർച്ച് മഹസറുകൾ അവരുടെ കണ്ണിൽ അറിയാണ്ട് പെട്ടുപോയിട്ടില്ലെങ്കിൽ പത്മകുമാർ ഇപ്പോഴും മാന്യനായിട്ട് മുൻ MLA ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഈ പറയുന്ന N വാസു ഇപ്പോഴും മിടുക്കനായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇപ്പോഴും ജോലിയിലിരിക്കുന്നുണ്ടാവും. ഹൈക്കോടതിയുടെ മുന്നിൽ യാദൃശ്ചികമായിട്ട് 2019 കടലാസുകൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വകുപ്പും ഈ മന്ത്രിയും ഒക്കെ സമ്പൂർണ്ണ പരാജയമാണെന്നല്ലേ കാണിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഭാഗ്യം കൊണ്ട് മാത്രം പിടിക്കപ്പെട്ട ആളുകളല്ലേ, അല്ലാണ്ട് നിങ്ങളുടെ ഒരു മിടുക്കില്ലല്ലോ. എന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ പോലും പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ പറയുന്ന വിചിത്രമായിട്ടുള്ള ന്യായീകരണം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കീഴിലുള്ള പോലീസ് തന്നെയാണല്ലോ അവരെ അറസ്റ്റ് ചെയ്തെന്നുള്ള. അതായത് CPMന്റെ നേതാക്കന്മാർ അഴിമതിയുടെ കാര്യത്തിൽ പിടിക്കപ്പെട്ടാലും സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് അവരെ പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു മാർക്ക് വേണമെന്നാ. നാളെ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇതേ വിശദീകരണം നിങ്ങൾ പറയുമോ? പറയുമ്പോൾ പിടിക്കപ്പെട്ടത് മന്ത്രിയാണെങ്കിലും അറസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ പോലീസല്ലേ, അതുകൊണ്ട് 1:1 ഞങ്ങൾക്ക് കുറവുമില്ല കൂടുതലും ഇല്ല എന്ന് പറയാൻ കഴിയും. ഇതൊക്കെ ലജ്ജാകരമായിട്ടുള്ള ന്യായീകരണങ്ങളാണ്. ഈ ടീമിനെ SITയെ തെരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ഒരു പങ്കാളിത്തവും ഇല്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് അവിശ്വസിച്ചുകൊണ്ട് ഹൈക്കോടതി ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ടുള്ള ടീമാണിത്. അതിൽ ADGP മുതൽ ASI വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി സ്വന്തമായി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. മാത്രമല്ല ഹൈക്കോടതിയോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ള ഡയറക്ഷനോട് കൂടിയിട്ടാണ് ഈ ടീം പ്രവർത്തിക്കുന്നത്. ആ ടീമിന്റെ അന്വേഷണത്തിന്റെ ഒരു നിലയ്ക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ശരി, ശ്രീ രാജഗോപാൽ നായർ, ഇപ്പൊ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വയംഭരണാധികാരമുണ്ട്, ശരി. പക്ഷെ ആ സ്വയംഭരണാധികാരം ഉണ്ടാകുമ്പോഴും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി എന്തും ചെയ്യാം എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നിയമനവും ആ രീതിക്ക് വരണം. അല്ല, കുറേയധികം തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. TCHRA ആക്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. TCHRA ആക്ട് ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ നിയമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ആ ആക്ട് പ്രകാരം വരുന്ന ഭരണസമിതി അത് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നതല്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹിന്ദു മന്ത്രിമാർ നോമിനേറ്റ് ചെയ്യുന്നത്, അസംബ്ലിയിൽ ഹിന്ദു MLAമാർ നോമിനേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരുമാനമെടുത്ത് അപ്പോയിൻ്റ് ചെയ്യുന്നില്ല? അപ്പോൾ കൺസെപ്റ്റ് വേറെയാണ്. അതനുസരിച്ചാണെങ്കിൽ അതിൽ കേരള ഹൈക്കോടതിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കേരള ഹൈക്കോർട്ടാണ്. വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ബോഡി സമ്പൂർണ്ണ സ്വതന്ത്രം എന്ന് പറയാൻ കാര്യം ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാം. ആദ്യം മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിയമം പറഞ്ഞോട്ടെ. മൂന്ന് അംഗങ്ങളുള്ള ഒരു ബോർഡ് വരുമ്പോൾ ആ 3 അംഗങ്ങളിൽ രണ്ടാളുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും അസംബ്ലിയുടെയും റെപ്രസെൻറ്റേറ്റീവ്സും മൂന്നാമത്തെ ആൾ രാജാവിൻ്റെ പ്രതിനിധിയാണ്. 1973 വരെ കണ്ടിന്യൂ ചെയ്തത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആക്ടിവിറ്റിയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിനും ഗവൺമെൻറ് സാങ്ഷൻ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഒരു ലെറ്റർ പോലും ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിനോ
പിന്നെ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അയക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഇത് ഒരുപാട് ഡിസിഷൻസ്. അയ്യോ, ഓക്കെ, സാങ്കേതിക പ്രശ്നമുണ്ട്. സുപ്രീം കോടതിയും കേരള ഹൈക്കോർട്ടും ഇന്റർപ്രറ്റ് ചെയ്ത് വായിച്ചു നോക്കി അല്ല, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് അല്ല, പൂർണ്ണമായും ഇടപെടലുകൾക്ക് അപ്പുറത്ത് നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി രൂപപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയല്ല അത് നടക്കുന്നത് എന്ന് പറയുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചു എന്നേ ഉള്ളൂ. അതിൽ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് ബന്ധമുണ്ട്, എന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ഈ ഇഷ്യൂ ലൈറ്റൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഗവൺമെന്റിനും ഇതിൽ ഇടപെടാനോ ഈ പ്രതികൾ ആയിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ രക്ഷിക്കാനോ കഴിയില്ല. ഈ കേസിലെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയുള്ള ആളുകൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് മൊഴി കൊടുത്ത് 160 അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വരുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസല്ല. ഇവിടെ ഒരു തരുമ്പ് സ്വർണം ശബരിമലയിലോ 1252 ക്ഷേത്രത്തിൽ എവിടെയെങ്കിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് 4 രജിസ്റ്ററിൽ എൻട്രി വരും. ശരി, ശ്രീ എം രാജഗോപാലിന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുന്നതുകൊണ്ടാണ്. ഇതേ ഹൈക്കോടതിയാണ് പറഞ്ഞത് ശബരിമലയിലെ സ്വർണത്തിന് കണക്കില്ല എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരുടെ നോമിനിയായി വരുന്നതാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ അദ്ദേഹത്തിന്റെ അധികാരം വീണ്ടും നീട്ടിക്കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നിടത്ത് അത് കോടതി റദ്ദ് ചെയ്യുന്നിടത്ത് അതിന് പകരം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരികയാണ് തൊട്ടു പിന്നാലെ മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഇത് നല്ല രീതിയിൽ സുതാര്യമായി നടപ്പിലാക്കണം എന്നീ സംവിധാനം നിഷ്കർഷ പാലിക്കുന്നുണ്ട്. പക്ഷേ അതിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ രാഷ്ട്രീയമായി തേടിയതിന്റെ പരിസമാപ്തിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സ്വാഭാവികമായും ഇനി നേരത്തെ പറഞ്ഞതുപോലെ അടുത്തതാര് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പറയും മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് മുഖ്യ ആസൂത്രകൻ. ഇതിനപ്പുറം ഇനി കിടക്കുകയാണ്. കാരണം ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷേ കോടതിയിൽ നമുക്ക് അറിയാം, പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് ഇത് കള്ളക്കടത്തുകാർക്ക് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെയാണ് കോടതി പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പങ്കജ് ഭണ്ഡാരി പറഞ്ഞ മൊഴി അവിടെ റദ്ദാവുകയാണ്, ഞങ്ങൾ ഒരുക്കി എന്നുള്ളത് കള്ളമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി പ്രതിപട്ടികയിലേക്ക് വരാൻ ഒരു നിര ആൾക്കാർ പുറത്തു നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വിപുലമായ ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഒരു ഗേറ്റ് വേയിൽ എത്തി നിൽക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു കൺക്ലൂഷൻ ആയി വന്നതാണ് ഇതുവരെയുള്ള അത് മുഖ്യ ആസൂത്രകനായി നിന്നവരിൽ ഒരാൾ പത്മകുമാറാണ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.